ഒരു ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് സന്തോഷം തരുന്ന ചില മെസ്സേജസ് ഉണ്ടാവും ചില പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന്. അവരുടെ എന്ത് അസുഖം മാറിയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നല്ല മാറ്റേണ്ട ഡോക്ടർ എന്ന് പറഞ്ഞ് മെസ്സേജ് ആക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന മെസ്സേജസ് വന്ധ്യതയുള്ള കപ്പിൾ അവർക്ക് പോസിറ്റീവായി എന്ന് പറയുമ്പോഴാണ്, പ്രഗ്നൻ്റ് ആയി എന്ന് പറയുമ്പോഴാണ്. 5-6 വർഷമൊക്കെ അവർ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആവാതെ ഉള്ള കപ്പിൾസോ മിക്കവാറും അവർ കൺസീവായി ഡോക്ടറെ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞ് അയക്കുന്ന വാട്സപ്പ് മെസ്സേജസൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം തരും. അവരും അത്രയും എക്സൈറ്റ്മെൻറ്റാണ് നമുക്ക് മെസ്സേജസ് അയക്കുക. കഴിഞ്ഞ ആഴ്ച വന്ന 1-2 മെസ്സേജസാണ് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. ഈ വന്ധ്യതയുമായി ബന്ധപ്പെട്ട് എനിക്ക് നാട്ടുകാരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആൾക്കാർ കല്യാണം കഴിഞ്ഞ് 1 വർഷമായി കഴിഞ്ഞാൽ ചോദിച്ചുകൊണ്ടിരിക്കും ഈ കപ്പിൾസിനോട്, പ്രഗ്നൻ്റ് ആവാഞ്ഞാൽ എന്താ, പ്രഗ്നൻ്റ് ആയില്ലേ, എന്താണ് ആവാത്തത്, നിങ്ങൾ ട്രൈ കഴിഞ്ഞിട്ടാണോ, നിന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ഡോക്ടേഴ്സിനുണ്ട്, അവരൊക്കെ കാണിച്ചു നോക്കും, അവർ ഡോക്ടേഴ്സിന് സജഷൻസ് കൊടുക്കും, കളിയാക്കുന്ന പോലെ സംസാരിക്കും, ചിലർ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എൻക്വയറി. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് അവരോട് ചോദിക്കുന്നു അവർക്ക് വിഷമമാണ്. ആരെ കാണിക്കണം, എപ്പോൾ കാണിക്കണം എന്നൊക്കെ അവർക്ക് അറിയാമല്ലോ. നമ്മളായിട്ട് എന്തിനാണ് അത് ഉപദേശിച്ചു കൊടുക്കുന്നത്? നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ടൊരു ഉപദേശം ചോദിക്കാത്തടത്തോളം കാലം നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഭാര്യമാർ, സ്ത്രീകൾ, അവർക്കാണ് ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരിക. എനിക്ക് ഓർമ്മയുണ്ട് ഒരു കപ്പിൾ പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പെണ്ണ്, ആ സ്ത്രീ ഒരു പബ്ലിക് ഫംഗ്ഷനും പോയിട്ടില്ല, അത്ര കല്യാണത്തിന് പോയിട്ടില്ല, എൻഗേജ്മെൻറ്റ്സിന് പോയിട്ടില്ല. കാരണം ഈ ചോദ്യം നേരിടാനുള്ള മനഃശക്തി ആ പെണ്ണിനില്ല. അപ്പോൾ അതിന് സങ്കടം ഒന്ന് പോകും. ഇതൊന്നും അവരുടെ കുറ്റം കൊണ്ട് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പം അത്തരം ഗർഭധാരണം നടക്കാത്തതിൻ്റെ പേരിലൊക്കെ ഉള്ള അത്തരം ചോദ്യങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. അവരുടെ ഫീലിങ്സ് ഭയങ്കരമാണ്, അവർക്ക് ഒത്തിരി വിഷമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൻ്റെ പുറമെ നിങ്ങൾ ഈ ചോദ്യം കൂടി ആകുമ്പം അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അത്തരം കപ്പിൾസിന് കൺസീവ് ആകുമ്പം അവരയക്കുന്ന മെസ്സേജസ് അത്രയും രസകരമായിരിക്കും. വന്ധ്യത എന്ന ടോപ്പിക്ക് ഒരുപാട് ലെങ്തി ആയ ടോപ്പിക്കാണ്. ഞാൻ ആണുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ കോസസ്, ട്രീറ്റ്മെൻറ്റ്സ്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശ്ശേരി, മലപ്പുറം ജില്ല. നമ്മുടെ ക്ലിനിക്കിലേക്ക് ഈ വന്ധ്യതയുള്ള കപ്പിൾസ് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം അവരോട് ചോദിക്കുന്നത് അവരുടെ സെക്ഷൽ ഹിസ്റ്ററിയാണ്. ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പം സെക്ഷൽ സംഗതികൾ, ലൈംഗികപരമായ കാര്യങ്ങൾ പ്രോപ്പർലി വർക്കൗട്ട് ആകുന്നതിന് നമ്മൾ ചോദിക്കും. പ്രോപ്പർ സമയത്തല്ലേ ചെയ്യുന്നത്? അതുമായി ബന്ധപ്പെട്ട അറിവില്ലായ്മ പലപ്പോഴും അത് വന്ധ്യതയിലേക്ക് നയിക്കാറുണ്ട്. ശരിക്കും ഈ പ്രിമച്വർ ഇജാക്കുലേഷനോ അല്ലെങ്കിൽ സ്ത്രീകസ്ഖലനമോ അതല്ലെങ്കിൽ ബലക്കുറവോ ഒന്നും ഡയറക്റ്റായിട്ട് അത് വന്ധ്യതയ്ക്ക് കാരണമാവില്ല. എന്നിരുന്നാലും ചില കേസിൽ ന്യൂലി മാരീഡ് കപ്പിൾസിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരിക്കലും പെനിട്രേറ്റഡ് ആയിട്ട് സെക്സസ് ചെയ്യാത്ത കപ്പിൾസ് വരെ നമ്മൾ ക്ലിനിക്കിൽ വരാറുണ്ട്. അതായത് യോനിയിലേക്ക് ലിംഗം പ്രവേശിക്കാത്ത രീതിയിൽ വരെ 5-6 മാസമായിട്ടും അത്തരം ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കാത്ത കപ്പിൾസ് വരാറുണ്ട്. മിക്ക കേസിലും അത് സ്ത്രീകളിലെ വജീനിസ്മസ് എന്നാണ് കാരണം. അവരുടെ യോനി ഭാഗത്ത് മസിൽസ് സങ്കോചിക്കുന്ന കാരണം ഹസ്ബൻഡിന് പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കാണ്ട് വരും. അപ്പം അത്തരം കേസിലും ആ ഒരു കടമ്പ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാഞ്ഞാൽ അല്ലെങ്കിൽ അത് വർക്കാവാഞ്ഞാൽ പ്രഗ്നൻ്റ് ആവില്ലല്ലോ. അപ്പോൾ പ്രിമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ത്രീകസ്ഖലനമൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ആദ്യം അവർക്ക് കൊടുക്കുന്ന ഒരു ടെസ്റ്റ് സെമൻ അനാലിസിസ് ആണ്. ശുക്ലം പരിശോധിക്കാൻ പറയും. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 ദിവസം ബന്ധപ്പെടാതെ വേണം ശുക്ലം കുടിക്കാൻ. നമ്മൾ സെമൻ അനാലിസിസിൻ്റെ റിസീറ്റ് ലാബിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർ കണ്ടെയ്നർ തരും. ആ ഒരു പാത്രത്തിലേക്കാണ് ഈ ശുക്ലം എടുക്കേണ്ടത്. എന്നിട്ട് ലാബിൽ എത്തിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ലാബിൽ നിന്ന് തന്നെ ശുക്ലം കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരു അധികം സമയം ദൈർഘ്യം വരാതെ പെട്ടെന്ന് തന്നെ ലാബിലെത്തിക്കാനുള്ള ശ്രമം നടത്തുക. മോർണിംഗ് സാമ്പിളാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഈ സെമൻ അനാലിസിസിന് റിസൾട്ട് വരുമ്പോൾ നമ്മളത് അനലൈസ് ചെയ്ത് നോക്കും. അതിൽ ബീജക്കുറവ് ഉണ്ടാവാം, ബീജത്തിലെ സ്ട്രക്ചറിന് മാറ്റങ്ങൾ ഉണ്ടാവാം, തലയും വാലും ഇല്ലാത്ത ബീജങ്ങളുണ്ടാവാം, പ്രോപ്പറായിട്ട് ഇളകിപ്പോത്ത ബീജങ്ങളുണ്ടാവാം. അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വേരിക്കോസീലാണ്. വേരിക്കോസീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വൃഷ്ണസഞ്ചിയിൽ ഉണ്ടാകുന്ന ഞരമ്പ് തടിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. വേരിക്കോസ് വെയിൻ നമുക്കറിയാം അല്ലേ? കാലിലൊക്കെ ചില സ്ത്രീകളുടെ കാലിലൊക്കെ ഞരമ്പ് തിക്കി കൂടി തടിച്ച് നിൽക്കുന്നുണ്ടാവും. ആ സെയിം അവസ്ഥ സ്ക്രോട്ടത്തിൽ അല്ലെങ്കിൽ വൃഷ്ണസഞ്ചിയിൽ വരുന്നതിനെയാണ് നമ്മൾ വേരിക്കോസീൽ എന്ന് പറയാം. അതുണ്ടാകുമ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ വൃഷ്ണസഞ്ചി നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന ഊഷ്മാവിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത് പുറത്തേക്ക് പടക്കാൻ കാര്യം. ഓക്കെ, ഈ വേരിക്കോസ് വെയിൻ ഉള്ള കേസിൽ വൃഷ്ണസഞ്ചി സാധാരണക്കാളിൽ കുറച്ച് ചൂട് കൂടും. ഈ ചൂട് കാരണം അണുക്കൾ നശിച്ചു പോകാനും ഒക്കെ കാരണമാകും. അപ്പോൾ വേരിക്കോസീൽ ഉണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ അറിയാൻ ചെക്ക് ചെയ്ത് ഒന്നുകിൽ അത് പിടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചില കേസിൽ നമ്മൾ സ്കാനിങ്ങിന് വിടും. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര മാത്രം വിഷമായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവുകയും ചെയ്യും.
ഏറെക്കുറെ ലോകത്തെ മൊത്തം പുരുഷന്മാരുടെ കണക്കെടുക്കുമ്പോൾ 15% ആണുങ്ങളിലും വെരിക്കോസിൽ എന്ന പ്രശ്നം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രൈമറി ഇൻഫെർട്ടിലിറ്റിയുള്ള കേസ്, അതായത് ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു വർഷമായിട്ടും ഇതുവരെ പ്രഗ്നൻ്റ് ആവാത്ത അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആക്കാൻ പറ്റാത്ത ഒരു പുരുഷനാണെങ്കിൽ അത്തരം ആൾക്കാരിൽ 40% ഈ വെരിക്കോസിൻ്റെ പ്രശ്നമുണ്ട്. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയാണ്, ഒരു മോനുണ്ട്, രണ്ടാമത്തെ മക്കളിലേക്ക് എത്താൻ പറ്റിയില്ല. അത്തരം ഭർത്താക്കന്മാരിൽ 70% ഈ വെരിക്കോസിലാണ് പ്രശ്നമായിട്ട് വരാറ്. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതെന്നുള്ള. കല്യാണം കഴിഞ്ഞ് 1 വർഷം നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. ആ താമസിക്കുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനൊന്നും കൂടാതെ നിങ്ങൾ വളരെ റെഗുലറായിട്ട് സെക്സിൽ ഏർപ്പെടുന്നു. എന്നിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി. നിങ്ങൾ 1 വർഷം ഫുൾ പ്ലാൻ ചെയ്യുന്നു, മക്കളാവണ്ടെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു, എന്നിട്ട് പെട്ടെന്ന് നട്ടരൊക്കെ ചോദിച്ചു തുടങ്ങി എന്താണ് പ്രഗ്നൻ്റ് ആവാത്തത്, എന്താണ് ശ്രമിക്കാത്തത്, 1 വർഷം കഴിഞ്ഞില്ലേ, ഇനിയും ആയില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പരിപാടിക്ക് ഉപേക്ഷിച്ച് 1 മാസത്തിൽ ട്രൈ ചെയ്യുന്നു. 1 മാസത്തിൽ തന്നെ പ്രഗ്നൻ്റ് ആവാൻ ഓടിച്ചെന്ന് ഡോക്ടറെ കാണുന്നു. അതിൻ്റെ ആവശ്യമില്ല. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്സ് ഏർപ്പെട്ടിട്ട് ഒരു 7 മാസമെങ്കിലും കഴിഞ്ഞിട്ടും പ്രഗ്നൻ്റ് ആയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി. ഓക്കെ, അതിനു മുമ്പ് ഇത്തരം ടെസ്റ്റുകൾ പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ നോക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഒരു മേജർ പ്രശ്നമായിട്ട് വരാറ് ഹോർമോണൽ പ്രശ്നങ്ങളാണ്. ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണിൻ്റെ കുറവ്, പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിൻ്റെ കുറവ്. നമ്മൾ ബേസിക്കലി ഈ സ്കാനിങ്ങിൻ്റെ കൂടെ എഴുതി കൊടുക്കുന്ന 2 ടെസ്റ്റുകളാണ്. ഒന്ന് ടെസ്റ്റോസ്റ്ററോൺ, പ്രൊലാക്റ്റിൻ, LH, FSH. ഈ ടെസ്റ്റുകളും ആണുങ്ങൾക്ക് എഴുതി കൊടുക്കും. പ്രൊലാക്റ്റിൻ അധികമായാലും അത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും. ഈ ടെസ്റ്റോസ്റ്ററോൺ പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ അത് സെക്സ് ലൈഫിന് ബാധിക്കും. രണ്ടാമത്തത് സ്പേംസിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും. പ്രോപ്പറായിട്ടുള്ള ബീജം ഉണ്ടാകുന്നതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കും. അതുപോലെ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം, ഡയബറ്റീസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെയാണ് മേജറായിട്ട് നമ്മൾ കാണുന്ന ഹോർമോണൽ പ്രോബ്ലംസ്. മറ്റൊരു പ്രശ്നം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അമിതമായിട്ട് ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാരിൽ ബീജക്കുറവ് കാണാറുണ്ട്. സ്മോക്കിങ്ങുള്ള ആൾക്കാരിൽ ബീജക്കുറവ് കാണാറുണ്ട്. മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരിലും ഈ ബീജക്കുറവ് കാണാറുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് റീല് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ താഴെ വന്ന കമൻറ്റ്സ് ഭയങ്കര രസകരമായിരുന്നു. ഓരോരുത്തർ കമൻറ്റ് ചെയ്തു, എൻ്റെ ഒരു ചങ്കിന് അയാൾ സ്ഥിരം സിഗരറ്റ് വലിക്കുന്ന ആളാണ്, അയാൾക്ക് 4 മക്കളുണ്ട്. എൻ്റെ മറ്റൊരു ഫ്രണ്ട് ഫുൾ വെള്ളത്തിലാണ്, അയാൾക്ക് 10 മക്കളുണ്ട്. ഡോക്ടർ പറയുന്നതൊക്കെ നുണയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രസകരമായ കമൻറ്റ്സ് വന്നിരുന്നു. സിഗരറ്റ് വലിക്കുകയോ കള്ളി കുടിക്കുകയോ ചെയ്താൽ അവൾക്ക് മക്കളുണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞിരുന്നു. ബീജക്കുറവ് അതൊക്കെ ഒരു കാരണമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് മക്കളാവാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം. കാരണം അത് ഒരു ചെറിയ അളവിൽ തന്നെയെങ്കിലും ഈ സ്പേമിൻ്റെ പ്രൊഡക്ഷനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ അമിത വണ്ണും സ്പേംസിൻ്റെ പ്രൊഡക്ഷനെയും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ബാധിക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം അമിതമായിട്ട് തടി വെക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് തൈറോയ്ഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ വരാറ്. തീർച്ചയായിട്ടും തടി കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പ്രോപ്പറായിട്ട് ഡയറ്റ് കീപ്പ് ചെയ്യണം, എക്സസൈസ് റെഗുലർലി കീപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഈ സെമൻ്റെ ക്വാളിറ്റിയിലൊക്കെ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല അമിത വണ്ണുള്ള ആൾക്കാരിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉണ്ടാവും. ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന ഒരവസ്ഥ, ശ്വാസം കിട്ടാണ്ട് കുറുക്കം വലിയൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. അത്തരം കേസുകളിൽ അവരുടെ മൊത്തത്തിൽ അവരുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവിൽ കുറവ് വരും. ഇത്തരം സിറ്റുവേഷൻസും നല്ല ക്വാളിറ്റിയുള്ള ബീജാണുക്കളുടെ അളവിൽ കുറവുണ്ടാക്കാം. സോ അത്തരം ആൾക്കാരും നിർബന്ധമായിട്ടും എക്സസൈസും ഡയറ്റും ചെയ്ത് അമിതവണ്ണം കുറച്ച് കൊണ്ടുവരുന്നേ വേണം. പിന്നീട് വളരെ റയറായിട്ട് കാണൽ ടെസ്റ്റിക്കിൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റിസിൻ്റെ ഗ്രോത്ത് കുറവ് വരിക, അൺഡീസെൻറ്റസ് എന്ന് പറയുക, അതായത് വൃഷ്ണം പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്ന് ആ സഞ്ചിയിലേക്ക് എത്താണ്ടിരിക്കാം. അതൊക്കെ കുട്ടിക്കാലത്തെ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ്. വളരെ റയറായിട്ട് ഇപ്പോഴും ചില ആൾക്കാർ വരാറുണ്ട്. അവർ ചെറുപ്പകാലത്ത് ഈ സർജറി അവർ ചെയ്തില്ല. അത് നമ്മളെ ഈ വൃഷ്ണസഞ്ചി കാണുന്ന 2 ചക്കക്കുരു പോലത്തെ സാധനങ്ങൾ പ്രോപ്പറായിട്ട് ആ സമയത്ത് ഇറങ്ങി വരാത്തത് കാരണം അതിൻ്റെ ഗ്രോത്ത് മുരടിച്ചു പോകും. അതാ ചെറുപ്പകാലത്ത് സർജറി ചെയ്ത് ഇറക്കി വെക്കേണ്ടതാണ്. അപ്പം അത്തരം സിറ്റുവേഷനിൽ അതാ ചെറുപ്പകാലത്ത് അവർ ചെയ്യാണ്ടിരിക്കുകയും വലുതാകുമ്പോൾ ഈ പ്രശ്നം കാണുകയും ചെയ്തപ്പോഴാണ് അവർ സർജറി ചെയ്യുന്നത്. അത്തരം കേസിന് റിസൾട്ട് കിട്ടാറുണ്ട്. എന്നിരുന്നാലും അത് അറ്റ് ദി എൻഡ് അതൊരു ഇതിലേക്കൊക്കെ നയിക്കും. നമ്മുടെ ക്ലിനിക്കിൽ വരുത്തുന്ന ചെറിയൊരു ശതമാനം പേഷ്യൻസിലും നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. അവർക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് കൊടുത്താൽ മാത്രം മതിയാവും. അതായത് ഓവുലേഷൻ സമയത്ത് സെക്സിൽ ഏർപ്പെടണം, എങ്ങനെ സെക്സിൽ ഏർപ്പെടണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഫുഡിൽ വരുത്തുന്ന മാറ്റങ്ങൾ, എക്സസൈസിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ജീവിതശൈലി വരുത്തുന്ന മാറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ മിക്ക കേസിലും അത് പ്രഗ്നൻസിയിലേക്ക് നയിക്കാറുണ്ട്. അതായത് സ്ത്രീകളുടെ കേസിൽ മാസത്തിൽ ഒറ്റ തവണ മാത്രമേ അണ്ടോൽപാദനം ഉണ്ടാവുള്ളൂ. അത് തന്നെ 24 മണിക്കൂറോടെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നശിച്ചു പോകും. ആ സമയത്ത് പുരുഷന്മാരുടെ ബീജം അവിടെ എത്തണം. പ്രഗ്നൻ്റ് ആവുക എന്ന പ്ലാൻ വെച്ച് നിങ്ങൾ സെക്സിൽ ഏർപ്പെടുമ്പോൾ ഈ ഓവുലേഷന് സമയം നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പോഴേ പ്രഗ്നൻ്റ് ആവുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ നിങ്ങൾ കുത്തി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സംഗതിയൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് അതൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചില കേസിലൊക്കെ പ്രഗ്നൻ്റ് ആയി പോകാറുണ്ട്. ചില കേസിലൊക്കെ ചില ക്രോമസോമൽ അബ്നോർമാലിറ്റി, ജനറ്റിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇതിലേക്ക് നയിച്ചേക്കാം. അത് നമ്മൾ കാരിയോടൈപ്പിംഗ് പോലത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ബാക്കി എല്ലാ ടെസ്റ്റ് ചെയ്ത് നോർമലാവും.
അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ചില ആൾക്കാരിൽ ഒട്ടും സെക്സിന് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പം അസെക്ഷൽ മാരേജസ് ഒരുപാട്, അതായത് ഒരിക്കൽ പോലും സെക്സ് പ്രോപ്പറായി നടക്കാത്ത ഒരുപാട് കല്യാണങ്ങളോട് നടക്കാറുണ്ട്. എനിക്ക് ക്ലിനിക്കിൽ ഒത്തിരി കേസസ് അത്രയും വരാറുണ്ട്. ഞാൻ സെക്സോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും കേസസ് നമുക്ക് വരാറുണ്ട്. എന്ന് വെച്ചാൽ ചില പുരുഷന്മാർക്ക് സ്ത്രീകളോട് താല്പര്യം ഉണ്ടാവില്ല, അവർ ഹോമോസെക്ഷലോ ബൈസെക്ഷലോ ഒക്കെ ആവും. അപ്പോൾ സ്വന്തം ഭാര്യയോട് ഒട്ടും സെക്ഷുവലി ഇൻട്രസ്റ്റഡ് ആവില്ല. അത്തരം കേസിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള പെന്നീസിന് ഇറക്ഷൻ കിട്ടാണ്ട് വരാം. അപ്പം പ്രോപ്പറായിട്ട് സെക്സ് നടക്കില്ല, മക്കളാകാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്തരം ഒരു ഫീലിങ്സ് ഒക്കെ ഉള്ള ആൾക്കാണ് ഈ ചാടി കയറി പെണ്ണ് കിട്ടാണ്ടിരിക്കുക. എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ് അതാണ്. അതുപോലത്തെ സ്ത്രീകളുണ്ട്, ഒത്തിരി സ്ത്രീകളുണ്ട്. അവർക്കും പുരുഷന്മാരോട് ഒരു സെക്ഷൽ ഡിസയർ തോന്നാത്ത ഒത്തിരി സ്ത്രീകളുണ്ട്. ഒന്നുകിൽ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്താൽ ചില കേസിലൊക്കെ അത് റെഡി ആവാം. അതല്ലാത്ത കേസിൽ ഒരിക്കലും വർക്കൗട്ട് ആവാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് തയ്യാറാവേണ്ടിരിക്കുക. നിങ്ങളുടെ രക്ഷിതാക്കളോട് കാര്യങ്ങൾ തുറന്നു പറയാം. അതിനാകുമ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. കല്യാണത്തിൽ ലൈംഗികത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. അപ്പം അത് വർക്കൗട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും എന്നുള്ള ആ ചിന്തയൊക്കെ മാറ്റിയെടുക്കണം. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളാണ് ആണുങ്ങളുമായി ബന്ധപ്പെട്ട വന്ധ്യതയുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ടെസ്റ്റുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. മെയിനായിട്ട് നമ്മൾ സെമൻ അനാലിസിസ് ആണ് ചെയ്യുക. രണ്ടാമത്തത് LHFSH, ടെസ്റ്റോസ്റ്ററോൺ, പ്രൊലാക്റ്റിൻ, ഈ ഹോർമോൺസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. മൂന്നാമത്തത് സ്ക്രോട്ടൽ സ്കാൻ, നമ്മുടെ വൃഷ്ണസഞ്ചി സ്കാൻ ചെയ്തിട്ട് വേരിക്കോസിൽ വിഷമങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കായിട്ടുള്ള ടെസ്റ്റുകൾ. ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പം ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്. ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് മെഡിസിൻസ് ഇത്തരം അസുഖങ്ങൾക്കൊക്കെ ഉണ്ട്. ഈയിടെയായിട്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും സെൻസേഷനായിട്ട് വന്ന ഒരു സംഗതി ഈ വന്ധ്യതയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. 1.5 ലക്ഷം 2 ലക്ഷമൊക്കെ മുടക്കി IVF വരെ ചെയ്യേണ്ട കേസസൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അത്തരം കേസസ് വരെ കൺസീവ് ആവുന്നുണ്ട് എന്നർത്ഥം. അപ്പം ഹോമിയോപ്പതി ഇത്തരം കേസിൽ വളരെ ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ് രീതിയാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രഗ്നൻ്റ് ആവുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് മെഡിസിൻസ് അവൈലബിൾ ആണ് എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് ഹോമിയോപ്പതി ഡോക്ടറെ കാണിക്കാം, ഗവൺമെൻറ് ഡിസ്പെൻസറികളെ സമീപിക്കാം. നമ്മളും ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാറുണ്ട്. ഓരോ പുരുഷനും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസാണ് വരിക. അപ്പം ഇന്ന മെഡിസിൻസ് നമുക്കിതിൽ പറയാൻ കഴിയില്ല. ഓരോ അസുഖത്തിനും ഓരോ ആണുങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് നിശ്ചയിക്കുക. അത് നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യും, ടെസ്റ്റുകൾ ചെയ്തിട്ട് വെരിഫൈ ചെയ്യും, കൗണ്ട് കൂടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. എത്ര സമയം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് ഈ ഇൻഫെർട്ടിലിറ്റി കേസിൽ ഇന്നൊരു സമയം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ആകെ അണ്ടോൽപാദനം മാസത്തിൽ 1 തവണ ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാ സമയത്തും എല്ലാ ദിവസവും സെക്സിൽ ഏർപ്പെടുന്നു. പക്ഷേ ആ ദിവസം എന്തെങ്കിലും കാരണത്താൽ സെക്സിൽ ഏർപ്പെടാൻ പറ്റാണ്ടിരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രഗ്നൻ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു മാസം അവിടെ നഷ്ടമാവുന്നത്. അപ്പം കറക്റ്റ് ഇത്ര സമയം എന്നൊന്നും പറയാൻ പറ്റാറില്ല. മാക്സിമം 6 to 1 year, അതാണ് ഞാൻ ഒരു സമയം പറയാറ്. അത്തരം സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥയെ മറികടന്ന് പ്രഗ്നൻ്റ് ആവാൻ പറ്റാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം കണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. എൻ്റെ നമ്പർ താഴെ ഉണ്ടാകും. ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. അടുത്ത ഇത്തരം ഒരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു സോ മച്ച്.